ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ കഥാചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ജീവചരിത്രമായി പ്രതിപാദിക്കുന്ന സൂറത്താണ് സൂറത്ത് യൂസുഫ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിതത്തിന്റെ ചരിത്രം. ആ ജീവിത കഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമും കൊട്ടാരത്തിലെ രാജ്ഞിയും തമ്മിലുണ്ടായ വ്യക്തിപരമായ ചില വിഷയങ്ങളും പ്രശ്നങ്ങളും. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നമുക്കറിയാം, പൊട്ടക്കണത്തിൽ നിന്ന് കിട്ടി മാർക്കറ്റിലെത്തി, പിന്നീട് രാജകൊട്ടാരത്തിൽ വളർത്തപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വളരെ ദരിദ്രവും ദുർഘടവുമായ സാഹചര്യത്തിലൂടെ വളർന്ന് കൊട്ടാരത്തിൽ എത്തിപ്പെടുകയും പിന്നെ കൊട്ടാരത്തിന്റെ സുഖസൗകര്യങ്ങളിലൂടെ വളരുകയും ചെയ്ത വ്യക്തിത്വം. യൂസുഫ് നബിയെ ഒരിക്കൽ കൊട്ടാരത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ സുന്ദരമായ ശാരീരിക ഗുണങ്ങളും നിർമ്മലമായ പെരുമാറ്റ മര്യാദകളുമൊക്കെ കൊട്ടാരത്തിലെ രാജ്ഞിക്ക് അദ്ദേഹത്തിൽ അവിഹിതമായ ആകർഷണത്തിന് ഇടയാക്കി. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം ആ സ്ത്രീയുടെ ആഗ്രഹങ്ങൾക്ക് അങ്ങനെയാണ് ഖുർആൻ അതിനെ പ്രതിപാദിക്കുന്നത്. യൂസുഫ് നബി താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീ അദ്ദേഹത്തെ വശീകരിക്കുവാനുള്ള ശ്രമം നടത്തി. വഗല്ലഖത്തിൽ അബ്വാബ, അവർ കതകിന് താഴിട്ടു. വഖാലത്ത് ഹൈതലക്, വരൂ എന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിത്തരൂ എന്ന് അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടു. ഖാല മആദല്ലാഹ്, യൂസുഫ് നബി അവരോട് പ്രതികരിച്ചു, അല്ലാഹുവാണ് ശരണം, ഔദു ബില്ലാഹ്, ഇന്നഹു റബ്ബി, അല്ലാഹുവാണ് എന്റെ റബ്ബ്, അഹ്സന മസ്വായ, ഏറ്റവും ഉന്നതമായ സ്ഥാനം എനിക്ക് അവൻ നൽകിയിരിക്കുന്നു. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ഈ ക്ഷണിക്കപ്പെട്ട കാര്യം അതിന് വഴങ്ങുക എന്നുള്ളത് അക്രമമാണ്, പടച്ചവനോടുള്ള ധിക്കാരമാണ്, അങ്ങനെ പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ധാർമ്മികതയെ എടുത്തു കാണിക്കുന്ന, സദാചാര നിഷ്ഠയെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണിത്. ഏറ്റവും വലിയ സുന്ദരൻ, ലോകസുന്ദരൻ എന്ന് മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ആ സൗന്ദര്യത്തെയും അദ്ദേഹത്തിന് ലഭിച്ച ജീവിത സാഹചര്യത്തിന്റെ അനുഗ്രഹങ്ങളെയും ഒരിക്കൽ പോലും തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം അതിശക്തമായ ധാർമ്മികതയുടെയും സദാചാര നിഷ്ഠയുടെയും വക്താവായി സമൂഹത്തിൽ നിലനിൽക്കുകയും അതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറാവുകയും, പടച്ചവനെ ഖാല റബ്ബിസ്സജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ, റബ്ബേ എന്നെ നീ ജയിലിൽ അടക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈഹിസ്സലാം. ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും, മോഹിപ്പിക്കുന്ന സൗകര്യങ്ങൾ മുഴുവനും ഭാഗ്യമായി ലഭിച്ച ഒരു വ്യക്തിത്വമാണ്. എനിക്ക് ജയിലറയാണ് ജീവിക്കുവാൻ നല്ലത്, പടച്ചവനെ എന്നെ നീ ജയിലിൽ എത്തിച്ചു തരണമേ
എന്ന് പ്രാർത്ഥിക്കുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയുണ്ടായിരുന്ന കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ആഗ്രഹത്തിന് വഴങ്ങാത്തതാണ്. ആ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ രാജ്ഞി ആ പദവിക്ക് സമാനമായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ ഉയർന്ന തലങ്ങളിൽ വിരാജിക്കുന്നവർ, ഉദ്യോഗസ്ഥ പ്രഭുക്കൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണാധികാരികൾ മുതലായവരുടെ വീടകങ്ങളിലെ സദാചാരത്തിന്റെ തകർച്ച എത്രത്തോളമായിരുന്നുവെന്ന് ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി ക്ഷണിക്കുകയും യൂസുഫ് നബി അത് നിരസിച്ചപ്പോൾ അദ്ദേഹത്തെ ജയിലിലിടുകയും ചെയ്യുക മാത്രമല്ല അവർ ചെയ്തത്. അവർക്കെതിരെ സമൂഹത്തിന്റെ പ്രഭുക്കന്മാരുടെയും ഉന്നതകുല ജാതിയിൽപ്പെട്ട വീടകങ്ങളിൽ നിന്നും സ്ത്രീകൾ അവരെക്കുറിച്ച് കുശുകുശുക്കാനും ഗോസിപ്പ് പറയാനും തുടങ്ങിയതോടുകൂടി അവർ തിന്മയുടെ വഴിക്ക്, അതല്ലെങ്കിൽ പുരുഷനിൽ ആകൃഷ്ടരായി വിചാരിച്ചത് കിട്ടില്ല എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കളിയാക്കാൻ തുടങ്ങി, അവരെ കുറിച്ച് കളിയാക്കാൻ തുടങ്ങിയെന്നാണ്. ഇത് കേട്ടപ്പോൾ അവർ ചെയ്തൊരു പണിയുണ്ട്, ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅതദത് ലഹുന്ന മുത്തകഅൻ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന. അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, നാട്ടിലെ മേലേക്കിടയിലുള്ള മുഴുവൻ സ്ത്രീകളെയും, പ്രഭുക്കന്മാരുടെ വീടുകളിലുള്ളവരെ, അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ വീടകങ്ങളിലുള്ളവരെ, രാഷ്ട്രീയ സ്വാധീനമുള്ളവരെ തുടങ്ങി എല്ലാ ഉന്നതരായ സ്ത്രീകളെയും വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി. മുത്തക്കൻ, അവർക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ചാരുകസേരകൾ ഒരുക്കി. അവർക്ക് വിഭവങ്ങൾ, രാജകീയമായ വിഭവങ്ങൾ വിളമ്പി അത് കഴിക്കുവാനുള്ള പരിഷ്കൃതമായ സൗകര്യങ്ങളും അവർക്കൊരുക്കി. അതിന്റെ ഭാഗമായി വിളമ്പിയ ഭക്ഷണങ്ങൾ എടുത്തു കഴിക്കാനുള്ള കത്തി അവരുടെ കയ്യിൽ കൊടുത്തുന്നാണ്. ഇങ്ങനെ കത്തി കയ്യിൽ കിട്ടി ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുന്നതിനിടെ യൂസുഫ് നബിയോട് വക്കാലത്ത് ഖുർജ് അലൈഹിം, അവരുടെ അടുത്തേക്ക് ചെല്ലൂ എന്നിവർ കൽപ്പിക്കണം. എന്തിനാണെന്നോ, തനിക്ക് പറ്റിയ പോരായ്മയും തെറ്റും, യൂസുഫിനെ പ്രാപിക്കുവാൻ താൻ ശ്രമിച്ചതും അതിൽ പരാജയപ്പെട്ടതും അന്തഃപുരങ്ങളിലുള്ള സ്ത്രീകളുടെ ഗോസിപ്പ് വർത്തമാനങ്ങളായി മാറിയപ്പോ അവർക്കൊന്ന് പാഠപ്പഠിപ്പിക്കാനാണ് യൂസുഫ് നബിയെ പറഞ്ഞയക്കുന്നത് അവരുടെ സദസ്സിലേക്ക്. അങ്ങനെ യൂസുഫ് നബി അവരുടെ സദസ്സിലേക്ക് എത്തിയതോടുകൂടി ഖുർആൻ വിശദീകരിക്കുകയാണ്. അവർ കണ്ടപ്പോ തന്നെ അത്ഭുതപ്പെട്ടുപോയി. കയ്യിലുണ്ടായിരുന്ന കത്തി അറിയാതെ അവരുടെ കൈകളിൽ വിരലുകളിൽ പ്രയോഗിച്ച് കൈകൾ മുറിഞ്ഞുപോയി. അവർ പറയാൻ തുടങ്ങി, എന്തൊരത്ഭുതമാണിത്, മഹാദാ ബശറൻ, ഇത് ഒരു മനുഷ്യനല്ല, ഇൻഹാദാ ഇല്ലാ മലക്കും കരീം, മലക്കാണെന്ന് കരുതാനേ പറ്റൂ, അത്രക്ക് സുന്ദരനാണ്, എനിക്കും അവനെ പ്രാപിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന മനസ്സിനെ പരസ്യമായ സദസ്സിൽ വെച്ച് അവർ പ്രകടിപ്പിക്കുകയാണ്. അവിടെ വെച്ചിട്ട് രാജപത്നി നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാലത്ത് ഫദാലികുന്നല്ലദീലും തുന്നനീ ഫീ, അതെ, കാലത്ത് ഫദാലികുന്നല്ലദീലും തുന്നനീ ഫീ, അത് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. ഇന്ന് യൂസുഫിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നു യൂസുഫിനെ പ്രാപിക്കണമെന്ന്. അതുതന്നെയാണ് ഞാനും ചെയ്തു പോയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ വശീകരിക്കുവാനും എനിക്ക് വഴങ്ങുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്റെ ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും? നിങ്ങൾ ഓരോരുത്തരും ഇന്ന് അദ്ദേഹത്തിൽ വശീകൃതനായിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, മേലേക്കിടയിലുണ്ടായിരുന്ന സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവർ, രാഷ്ട്രീയക്കാർ, ഭരണാധികാരികൾ, ഉന്നതരായ ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ വീടകങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ മനോവ്യാപാരങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഖുർആൻ അവിടെ വരച്ചു കാട്ടുകയാണ്, പരസ്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അവർ യേശുക്രിസ്തുവിനും 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിൽ സ്ത്രീകളെന്ന് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന സൗകര്യങ്ങൾ, സ്വാതന്ത്ര്യം,
ലിബറൽ മാനസികാവസ്ഥ, ആസ്വാദന സ്വാതന്ത്ര്യം തുടങ്ങിയവയൊക്കെ ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ ഇത്തരം സൗകര്യങ്ങളൊക്കെയും അവർ കൊത്തുവന്നപ്പോൾ അവർക്കുണ്ടായത് കൂട്ടായ സദാചാര തകർച്ചയായിരുന്നു. സദാചാരം തകരുകയും കാണുന്നവരെയൊക്കെ ലൈംഗികമായി മാത്രം നോക്കുകയും സമീപിക്കുകയും തങ്ങൾക്ക് മോഹം തോന്നുന്നവരെയൊക്കെ കീഴ്പ്പെടുത്തുകയും വശീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉന്നത കുലജാതങ്ങളായ സ്ത്രീകളുടെ സദസ്സുകളിൽ, കല്യാണ പന്തലുകളിൽ, വലിയ വീടുകളിൽ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എടുത്ത നിലപാടും യൂസുഫ് നബി അലൈഹിസ്സലാം സ്വീകരിച്ച ധാർമ്മികതയുടെ നിലപാട് വിശുദ്ധ ഖുർആൻ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവാണേ, ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങുകയില്ല. കാലം ഇന്നഹു റബ്ബി അഹ്സന മസ്വായി, പടച്ചവനാണ് എനിക്ക് ഉന്നതമായ സൗകര്യങ്ങൾ നൽകി തന്നിട്ടുള്ളത്, എന്നെ സൃഷ്ടിച്ചതവനാണ്, എന്നെ വളർത്തുന്നവനാണ്, എനിക്ക് ഈ കൊട്ടാരത്തിൽ വാസമൊരുക്കി തന്നിരിക്കുന്നതവനാണ്. ഇത്തരത്തിലുള്ള ളുൽമിന്റെയും അധർമ്മത്തിന്റെയും സദാചാര ലംഘനത്തിന്റെയും ഒരു പ്രവർത്തനവും എന്നുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് അക്രമമാണ്. അക്രമത്തിലേക്ക് അക്രമം ചെയ്യുന്നവർ ആരും വിജയിക്കുകയില്ല. ഇത് ധാർമ്മികതയുടെ സദാചാരത്തിന്റെ നിലപാടാണ്, അതിന്റെ കടുപ്പമാണ്. അവസാനം ആ രാജ്ഞി പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ വശീകരിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വിലങ്ങനടിയായി നിൽക്കുകയാണ് ചെയ്തത്, വഴങ്ങാതിരിക്കുകയാണ് ചെയ്തത്. വലയില്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ ലയുസ്ജനന്ന, അദ്ദേഹം ജയിലിലകപ്പെടുക തന്നെ ചെയ്യും, ഞാൻ അദ്ദേഹത്തെ കാരാഗ്രഹത്തിലകപ്പെടും. വലയകൂനം മിനശ്ശാഗിരീൻ, അദ്ദേഹം അങ്ങനെ നിന്ദിനായി തീരും. ഇങ്ങനെ കാമഭ്രാന്ത് പൂർത്തീകരിക്കുവാൻ വഴങ്ങാത്ത മനുഷ്യർ സദാചാരത്തോടെയും ധാർമ്മികതയോടെയും ഒക്കെ നിലകൊള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഇംഗിത പൂർത്തീകരണത്തിനായി വശീകരിക്കുവാനും ഭീഷണിപ്പെടുത്തി വഴങ്ങിക്കുവാനുമുള്ള വളരെ മോശമായ ശ്രമങ്ങളും നിലപാടുകളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സമൂഹം മാത്രം ദൂഷിച്ചു കഴിഞ്ഞിരുന്നുവെന്നർത്ഥം. ഇത്തരം ദുരാഗ്രഹങ്ങളെയും സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളെയും പരസ്യമായി പ്രകടിപ്പിക്കുവാനും കൂട്ടായ സദസ്സുകളിലിരുന്ന് അത് ആസ്വദിക്കുവാനും അതിലുള്ള നഷ്ടബോധങ്ങളെക്കുറിച്ച് പരസ്പരം പങ്കുവെക്കുവാനും നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും അതിൽ, എന്നെപ്പോലെ നിങ്ങളുമല്ലേ എന്ന് പരസ്പരം ചോദിക്കുകയും ആ വിഷയം ചർച്ച ചെയ്യുകയും അത്തരം മാനസികാവസ്ഥ മാത്രം വെച്ച് കഴിയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യത്തെയാണ് ഖുർആൻ വരച്ചു കാട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ BC 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഇതേപോലെയുള്ള ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മളുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും പരിഷ്കാരം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പുരോഗതി എന്ന് പറയുന്നത് സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും സകല വേലിക്കെട്ടുകളും പൊളിച്ചുകളയലും താൻ തോന്നിയായി ജീവിക്കലും കണ്ണിൽ കണ്ടവരെയൊക്കെ പ്രാപിക്കലും അവരെയൊക്കെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വസ്തബക്കൽ ബാബ വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ്. അക്രമാസക്തമായ ലൈംഗികത, അക്രമാസക്തമായ സദാചാര തകർച്ചയായിരുന്നു അത്. അവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ഒതുങ്ങി നിൽക്കുകയോ പതുങ്ങി നിൽക്കുകയായിരുന്നില്ല, പിന്നാലെ പായുകയും പിടിച്ചു വലിക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു ആ സ്ത്രീ. അതുപോലെ അതിനെ പൂർണ്ണമായും ആവർത്തിക്കുന്ന രൂപത്തിൽ സ്ത്രീകളുടെ സൗന്ദര്യത്തെയും അവരുടെ മാനത്തെയും പിച്ചു ചീന്തുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നത്, സമകാലീന സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനുകൾ ആധികാരികമായ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വെളിപ്പെടുത്തുന്നത് രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, 5-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ സമൂഹത്തെ ആകെ പിടിച്ചുലച്ചതും നമ്മുടെ ഭരണകൂടത്തെ ആകെ മാറ്റിമറിച്ചതുമൊക്കെയായ സംഭവം
ഇതുപോലെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിൽക്കുന്നവർക്കെതിരെ തുടരെ വന്ന ആരോപണങ്ങളുടെ വിഷയമായിരുന്നു. ഏത് സമയത്തും ആർക്കെതിരെയും എന്തും പറയാം, എന്തും ആരോപിക്കാം, അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വരുത്തുന്ന വിധത്തിൽ സദാചാരപരമായി അങ്ങേയറ്റം നിലവാര തകർച്ചയുള്ള ഒരു മാനസികാവസ്ഥ നിലകൊള്ളുന്ന ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുവെന്നാണ് അർത്ഥം. ഭരണാധികാരികൾ, കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നവർ, ഉദ്യോഗസ്ഥർ, ഭരണാധികാരികൾ, അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ, ആർട്ടിസ്റ്റുകൾ, ട്രെൻഡ് സെറ്റ് ചെയ്യുന്നവർ, തലമുറകൾക്ക്, യുവാക്കൾക്കും യുവതികൾക്കും വഴി കാണിച്ചു കൊടുക്കുന്നവർ, ഇവരൊക്കെയാണ് ഈ തരത്തിൽ ധാർമ്മികമായി അങ്ങേയറ്റം മതപ്പതിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതും അത് പരസ്പരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ഒരാൾക്കും രണ്ടാൾക്കും മൂന്നാൾക്കും എതിരെ മാത്രമല്ല, എല്ലാവരും ഈ കുളിമുറിയിൽ നഗ്നരാണ് എന്ന് കാണിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സദാചാരത്തെ മുറുകെ പിടിക്കാത്ത, പടച്ചതമ്പുരാനെ കുറിച്ച് ബോധവും ഭയവുമില്ലാത്ത ഒരു സമൂഹത്തിൽ കേവലമായ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് കൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുക എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആരോപണ വിധേയരായവർ, ആരോപണം സത്യസന്ധമാണെന്ന സാഹചര്യം കൊണ്ട് തെളിയിക്കപ്പെട്ടവർ, അവർക്ക് സമൂഹത്തിൽ താൽക്കാലികമായ സ്ഥാനനഷ്ടങ്ങളല്ലാതെ അവരുടെ സാമൂഹിക പദവികൾക്ക് എന്തു കേടാണ് വന്നിട്ടുള്ളത്? രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണാധികാരികൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അവരൊന്നും മോശക്കാരല്ല, അവരെയൊന്നും തള്ളിപ്പറയുവാൻ ഞങ്ങൾ തയ്യാറല്ല. ആ മേഖലയിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ചീഞ്ഞുനാറുന്ന സംഭവങ്ങൾ ആ മേഖലയെ ആകെ നാശമാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ ഞങ്ങൾ തയ്യാറല്ല. സമൂഹം മുഴുവനും ഒരു ഭാഗത്ത് ഈ തരത്തിൽ പരസ്പര സമ്മതത്തോടെയുള്ള അഭിഹിതമായ ബന്ധങ്ങളും ലൈംഗിക അരാജകത്വവും നടമാടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കടന്നാക്രമിക്കുന്ന അക്രമാസക്തമായ ലൈംഗികതയും സദാചാര വിരുദ്ധയും നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, സിനിമാ മേഖലയിൽ അഭ്രപാളികളിൽ വന്നെത്തുന്ന കാഴ്ചക്കെട്ടുകൾ എന്താണെന്ന് ചോദിച്ചാൽ പല സാമൂഹിക വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെ സിനിമാ മാധ്യമത്തിലൂടെ അഭ്രപാളിയിലൂടെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യന്റെ ധാർമ്മികതയെ അങ്ങേയറ്റം തകർക്കുന്നതും ആൺപെൺ ബന്ധങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം അപരിഷ്കൃതമെന്ന് പറയേണ്ടുന്ന വളരെ മോശമായ പരിഷ്കാരത്തിന്റെ പരകോടിയിലാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച് എന്ന് മാത്രമല്ല ബലാത്സംഗത്തെക്കുറിച്ച് പോലും മനുഷ്യർക്ക് അതിനെ മഹത്വവൽക്കരിക്കുന്ന കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഇതെവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചാൽ ആധുനിക സമൂഹം വെച്ചു പുലർത്തുന്ന ധാർമ്മിക മനോഭാവത്തിൽ നിന്നാണ്. നമ്മളുടെ ധാർമ്മികത എന്താണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഞാൻ പടച്ചവനെ ഭയപ്പെടുന്നു എന്ന അടിസ്ഥാനപരമായ ഒരു ബോധമില്ലെങ്കിൽ സ്വാഭാവികമായും ഖുർആൻ വരച്ചു കാട്ടുന്നുണ്ട്, അവൾ അവനെക്കുറിച്ചും അവൻ അവളെക്കുറിച്ചും മാത്രം ആലോചിക്കുന്ന, ആണ് പെണ്ണിനെക്കുറിച്ചും പെണ്ണ് ആണിനെക്കുറിച്ചും മാത്രം ആലോചിക്കുന്ന അധപ്പതിച്ചുപോയ ഒരു ധാർമ്മിക സദാചാര സാമൂഹികാവസ്ഥ അതാണ് ഉണ്ടാവുക. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും? വലഖദ് ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി. പടച്ച തമ്പുരാനെ കുറിച്ച ബോധം ഉൾവിളിയായി വരുന്നില്ലെങ്കിൽ എല്ലാവരും ഇതിൽ പെട്ടുപോകും. ഈ റിപ്പോർട്ട് കൊണ്ട് ഇത് പരിഹരിക്കുവാനാവുകയില്ല. താൽക്കാലികമായ രാജ്യപ്രഖ്യാപനങ്ങൾ കൊണ്ടും പുറത്താക്കൽ കൊണ്ടും സമരങ്ങൾ കൊണ്ടും മനുഷ്യന്റെ മനസ്സിൽ ധാർമ്മികതയും സദാചാരവും ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ധാർമ്മികതയും സദാചാരവും ഉണ്ടാക്കണമെങ്കിൽ ലൗലാ അർആ ബുർഹാന റബ്ബിഹി, അല്ലാഹു കാണുന്നുണ്ട് എന്ന തോന്നലും ഉൾവിളിയും മനസ്സിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉണ്ടായി വരണം. അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള തെറ്റുകൾ നമുക്ക് അവസാനിപ്പിക്കുവാനോ കുറച്ചു കൊണ്ടുവരുവാനോ സാധിക്കുകയുള്ളൂ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളോ
ഏതെങ്കിലും തരത്തിലുള്ള സംസാരങ്ങളോ സാംസ്കാരിക സംവാദങ്ങളോ ഒരിടത്തു നിന്നും ഉണ്ടാവുന്നില്ല. ധാർമ്മികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും സംസാരിക്കുന്നവരെ ഭയപ്പെടുത്തുകയും സദാചാര പോലീസ് ചമയുന്നു എന്ന് കുറ്റപ്പെടുത്തുകയും അവരെ പിടിച്ച് ജയിലിലിടുകയും ചെയ്യുന്ന ഒരു സമൂഹം എല്ലാം തെളിഞ്ഞതിന് ശേഷവും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെയും അധാർമികതകൾക്കെതിരെയും സദാചാര വിരുദ്ധതക്കെതിരെയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ പിടിച്ച് ജയിലിലിടുന്നതിനെക്കുറിച്ചും അവരെ ഭീകരന്മാരാക്കുന്നതിനെക്കുറിച്ചും അവരെ മോശക്കാരാക്കുന്നതിനെക്കുറിച്ചും അവരെ പൈശാചികവൽക്കരിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് സമൂഹത്തിൽ മേൽക്കൈ നേടുന്നത് എന്നത് അങ്ങേയറ്റത്തെ വിരോധാഭാസമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ധാർമ്മിക സദാചാര തകർച്ച മനുഷ്യരുടെ മനസ്സിൽ പടച്ചവനെ കുറിച്ച് പേടിയില്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിനെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅ അൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. തീർച്ചയായും സത്യവിശ്വാസികളുടെ ഒരു സംസ്കൃതമായ സമൂഹത്തിനകത്ത് ആഭാസത്തരങ്ങളും അശ്ലീലതകളും നിർലേഭമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയും മനോഭാവങ്ങൾക്കെതിരെയും നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നിയമങ്ങൾ ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിന്, ഭരണകൂടത്തിന് ധാർമ്മികതയെക്കുറിച്ച് ബോധമുണ്ടാകണം. സമൂഹത്തെയും ഭരണകൂടത്തെയും നയിക്കുന്നത് ധാർമ്മിക ബോധമാണോ, ദൈവബോധമാണോ? അതില്ലെങ്കിൽ താൽക്കാലികമായ പൊട്ടിത്തെറികളും ആളുകൾക്ക് ആസ്വദിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതിനപ്പുറം ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ സമൂഹത്തിൽ ലൈംഗികാരാജകത്വവും സദാചാര തകർച്ചയും ഉണ്ടാകുവാനിടയാകുന്ന സകല സംവിധാനങ്ങളെയും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം. അവർക്കെതിരെ നിയമങ്ങൾ ഉണ്ടാകണം. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം, ശിക്ഷകൾ ഉണ്ടാകണം. നമ്മുടെ ഭരണകൂടങ്ങൾക്കോ നമ്മുടെ സംവിധാനങ്ങൾക്കോ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുവാനേ സാധ്യമല്ല. കാരണം നാം നിലകൊള്ളുന്ന ധാർമ്മികതയുടെ നിലപാടുതറ എന്നുള്ളത് ലിബറലിസമാണ്. അഴിച്ചിട്ട മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ വിളിച്ചു പറയപ്പെട്ടതിനേക്കാളും പുറത്തു വന്നതിനേക്കാളും എന്തുമാത്രം ഭീകരമായിരിക്കും നമുക്ക് അറിയാത്തതും പരസ്പര സമ്മതത്തോടുകൂടി നടന്നിട്ടുള്ളതുമായ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. അപ്പൊ സമൂഹം ഇങ്ങനെ ആകെ ധാർമ്മിക വിരുദ്ധത തകർച്ചക്കും സദാചാര വിരുദ്ധതക്കും വശംവദരായി പോവുകയും നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തശിഅൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഇല്ലാ അമ്മഹുമുല്ലാഹു ബിൽ ബലാ. ഒരു സമൂഹത്തിലും ഫാഹിഷാത്തുകൾ, ആഭാസത്തരങ്ങൾ, അസഭ്യങ്ങൾ, അരാജകത്വങ്ങൾ അധികരിക്കുന്നില്ല. ഇല്ല അമ്മഹുമുല്ലാഹു ബിൽ ബലാ, അള്ളാഹു അവരെ അധികമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടല്ലാതെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് സമൂഹം മുഴുവനും സദാചാര തകർച്ചയെ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്ന ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്കൊരു ഖുർആനുണ്ട്, നമുക്കൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്, നമുക്കൊരു സദാചാര വ്യവസ്ഥയുണ്ട്, നമുക്ക് നിർണിതമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ മുഴുവൻ മുറുകെ പിടിച്ചുകൊണ്ട് സദാചാരവുമായി ബന്ധപ്പെട്ട, സ്ത്രീ പുരുഷ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട, സ്ത്രീ പുരുഷന്മാരുടെ സമൂഹത്തിലെ നടപ്പുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുടെ സംഹിതയുണ്ട്. ആ സദാചാര നിയമങ്ങളെ മുറുകെ പിടിക്കുവാനും പടച്ചതമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ടും മുന്നോട്ടു പോകുവാനും നമ്മൾ ശ്രമിക്കണം, തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനി നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്ന ശരിയായ സമൂഹമായി വളരുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാർമ്മികമായ അധപ്പതനത്തിൽപ്പെട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കുവാൻ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെന്ന നിലക്ക് നാം എന്തൊക്കെയാണോ ധാർമ്മികതയുടെയും സദാചാരത്തിന്റെയും പാഠങ്ങളായി സമൂഹത്തിൽ ഉയർത്തുന്നത്, അതൊക്കെയും ഏറെ ഉറക്കെ വിളിച്ചു പറയുവാനും പ്രചരിപ്പിക്കുവാനും ഏറ്റവും ഉന്നതവും അനുകൂലവുമായ, അതാവശ്യപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം
നാട്ടിലുണ്ടായിരിക്കുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ സദാചാരപരമായ ഔന്നിത്യത്തെയും ധാർമ്മികതയെയും ഉയർത്തിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.